ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഫിനിഷ് ചെയ്തത്. അതിൽ വാട്ട് ഈസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ നെസസിറ്റീസ്, അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആദ്യത്തെ 1-2 സെഷനിൽ. ഇനി ഈ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് കോമ്പണൻസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്തൊക്കെയാണ് ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്, അതിലുപയോഗിക്കുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഇന്നത്തെ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് DBMS. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഇതിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നുണ്ട് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് നേരെ ബുക്കിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ application programs are independent from details of data representation and storage in DBMS. The DBMS can provide an abstract view of data to protect application code from such details. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡാറ്റാബേസുകൾ, അതിലുള്ള ഡാറ്റകളും അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോഗ്രാമുകളും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് അത് രണ്ടും വേറെയാണ്. ഒരിക്കലും ഈ ഡാറ്റയെ ഈ പ്രോഗ്രാമുകളായിട്ട് ഒരിക്കലും ബന്ധമില്ല. മീൻസ് അതിൻ്റെ ആ പ്രോഗ്രാമുകളായിട്ടോ അതിൻ്റെ ഡാറ്റകളും ഈ അതിൻ്റെ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ പ്രോഗ്രാമുകൾ തമ്മിലും യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. കാരണം അത് മാനേജ് ചെയ്യൽ മാത്രമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, അത് എന്തിനാണ് എന്നുള്ളതൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡാറ്റ സുരക്ഷിതമായിരിക്കും. കാരണം ആ സോഫ്റ്റ്വെയറിൻ്റെ പിഴവിലൂടെ ഒന്നും ഒരിക്കലും ഡാറ്റ മിസ്സാവില്ല, ചോരില്ല എന്നൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. സോ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ ആൻഡ് സ്റ്റോറേജ് ഇൻ DBMS. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഈ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന DBMSൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ബന്ധമില്ലാത്തതായിരിക്കും. The DBMS can provide an abstract view of data to protect application code from such details. അതുകൊണ്ട് എന്താണ് DBMSന് അതിലുള്ള ഡാറ്റകളൊക്കെ അത്രയും സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് വൺ. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്. A DBMS utilizes a variety of complex techniques to store and retrieve data efficiency. അപ്പോൾ പറയുന്നത് എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, അതായത് എഫിഷ്യൻ്റായിട്ട് അതിലുള്ള ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ആക്സസ് ചെയ്യാന്ന് വെച്ചിട്ട് അതിലുള്ള ഡാറ്റ നമുക്ക് ഇപ്പോൾ ഒരു റിസൾട്ട് ആണെങ്കിൽ DBMS സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അവരുടെ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് നല്ല സൗകര്യത്തോടു കൂടി നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാൻ പറ്റും ചില വെബ്സൈറ്റുകളും അതുപോലെ ചില കമ്പ്യൂട്ടറുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉപയോഗിക്കാൻ. അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കില്ല, അപ്പോൾ അവിടെ എഫിഷ്യൻസി കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഗുണം കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും, എഫിഷ്യൻ്റായിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ DBMS യൂട്ടിലൈസസ് എ വെറൈറ്റി ഓഫ് കോംപ്ലക്സ് ടെക്നിക്സ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ. ഇപ്പോൾ DBMS എന്ത് പറയുന്നുണ്ട് ഇവിടെ, വെറൈറ്റി ഓഫ് കോംപ്ലക്സ് ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് DBMS ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എഫിഷ്യൻ്റായിട്ട് സ്റ്റോർ ചെയ്യാനും അതിൽ നിന്ന് അത് തിരിച്ചെടുക്കാനും. സ്റ്റോർ ചെയ്യൽ മാത്രമല്ല, റിട്രീവ് ചെയ്യാനും, എഫിഷ്യൻ്റായിട്ട് റിട്രീവ് ചെയ്യാനും DBMSൻ്റെ സോഫ്റ്റ്വെയർസ് അത്രയും നല്ലതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ദിസ് ഫീച്ചർ എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇഫ് ദ ഡാറ്റ സ്റ്റോർഡ് ഓൺ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഡിവൈസസ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഫീച്ചറിന് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്. ഡാറ്റ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും, അത് ഡാറ്റ അതിൽ നിന്ന് റിട്രീവ് ചെയ്യാനും ആ എക്സ്റ്റേണലിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടാനൊക്കെ എളുപ്പമായിരിക്കും.
അതാണ് എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോഗ്രാം അത് റിലേറ്റഡ് ആയിട്ട് കോഡ് ചെയ്യപ്പെട്ടതായിരിക്കും ആ സൗകര്യം അനുസരിച്ചിട്ട്. പിന്നെ വരുന്ന ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി. ഡാറ്റയുടെ അതിൻ്റെ ഉള്ളിലുള്ള സെക്യൂരിറ്റി, അതിൻ്റെ പ്രൈവസി, അതുപോലെ സുരക്ഷിതത്വം, അതെല്ലാമാണ്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് DBMS ക്യാൻ എൻഫോഴ്സ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഓൺ ദി ഡാറ്റ ഇഫ് ഡാറ്റ ഈസ് ഓൾവേസ് ആക്സസ്ഡ് ത്രൂ DBMS. അപ്പോൾ DBMSലൂടെയാണ് ഇത് നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DBMS അതിൻ്റെ ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റിയും അതുപോലെ സെക്യൂരിറ്റി എല്ലാം എൻഷുർ ചെയ്യുന്നുണ്ട്. അത് DBMS എല്ലാം നല്ല സുരക്ഷാ പിഴവുകളൊന്നും ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ആയിരിക്കും, അത്തരം സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ പെട്ടെന്ന് ഹാക്കേഴ്സിനെ ഒന്നും എത്തിപ്പെടാനും ഒന്നും സാധിക്കില്ല. അപ്പോൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റിയും അതിൻ്റെ സെക്യൂരിറ്റി എല്ലാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, DBMS എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ. ഡാറ്റ കൈകാര്യം ചെയ്യുന്നവരാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുക. അപ്പോൾ ഡാറ്റ കൈകാര്യം ചെയ്യുന്നവരെയാണ് ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പം ബിസിനസ് എല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നവരെ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും. അതുപോലെ ഡാറ്റ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നു. ആ പ്രോസസ്സിനെയാണ് ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. When several users share the data, centralizing the administration of data can offer significant improvement in data management. അതായത് ഒരുപാട് ആൾക്കാർ കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് കരുതുക, ഒരുപാട് യൂസേഴ്സ് ഉണ്ടാവും, അല്ലെ? എംപ്ലോയീസ് ആയിട്ടുള്ള ഒരുപാട് യൂസേഴ്സ് ഈ സിസ്റ്റം ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രലായിട്ടൊരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡാറ്റാബേസ് മാനേജ് ചെയ്യാനും അതിലുള്ള സുരക്ഷകൾ വിലയിരുത്താനും എല്ലാത്തിനും എന്തെങ്കിലും ഹാക്കിംഗ് സാധ്യതകളുണ്ടോ, അതുപോലെ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് നടക്കുന്നുണ്ടോ, അതൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് അത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡാറ്റ ക്യാൻ ഓഫർ സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ഡാറ്റ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് അത് നല്ല ഡാറ്റ മാനേജ് ചെയ്യാനും എല്ലാം നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. പ്രൊഫഷണൽ ഹൂ മാനേജ് ഡാറ്റാബേസ് ക്യാൻ ഓർഗനൈസ് ദി ഡാറ്റ റെപ്രസെൻറ്റേഷൻ ടു മിനിമൈസ് റിഡൻഡൻസി ആൻഡ് സ്റ്റോറേജ് ഓഫ് ദി ഡാറ്റ ടു മേക്ക് റിട്രീവ് എഫിഷ്യൻറ്റ്. ഈ പ്രൊഫഷണൽസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്, അതായത് പ്രൊഫഷണൽസ് എന്തിനു വേണ്ടിയിട്ട് അത് ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്നത്, മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ടു മിനിമൈസ് റിഡൻഡൻസി, ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്റ്റോറേജ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും റിട്രീവ് ചെയ്യുന്നത് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും ഇവർ മെയിനായിട്ട് ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഡാറ്റാബേസിൽ ട്രാഫിക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആവും. വെബ്സൈറ്റ് എല്ലാം സ്ലോ ആവുന്നതിൻ്റെ മെയിൻ കാരണം ട്രാഫിക് കൂടുന്നതുകൊണ്ടാണ്. അപ്പം അവിടെ അത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ നല്ല രീതിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ വരുന്നതാണ് കൺകറൻറ്റ് ആക്സസ് ആൻഡ് ക്രാഷ് റിക്കവറി. കൺകറൻറ്റ് ആക്സസ് ആൻഡ് ക്രാഷ് റിക്കവറി എന്താണെന്ന് പറയുന്നത് നോക്കാം. എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS ഓൾസോ പ്രൊവൈഡ് ദി ഫെസിലിറ്റി ഓഫ് കൺകറൻറ്റ് ആക്സസ് ടു ദി ഡാറ്റ in such a manner that users can think of the data as being accessed by only one user at a time. അപ്പോൾ കൺകറൻറ്റ് ആക്സസ് ആൻഡ് ക്രാഷ് റിക്കവറിയിൽ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഡാറ്റാബേസിലേക്ക് ഒരു യൂസർക്ക് അറ്റ് എ ടൈം ഒരു യൂസർക്ക് ഒരു പ്രാവശ്യം ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരേ സമയത്ത് തന്നെ പല ആക്സസിലൂടെ ഒരു യൂസർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അത് വെബ്സൈറ്റിന് ട്രാഫിക് കുറയ്ക്കാനും അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ പറയുന്നത്. അത് അറ്റ് എ ടൈം ഒരു യൂസർക്ക് ഒരു സോഴ്സിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരുപാട് സ്ഥലത്ത് ഒരേ യൂസേഴ്സിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ദെൻ പറയുന്നത് റെഡ്യൂസ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈം. ദി DBMS സപ്പോർട്ട് മെനി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ദാറ്റ് ആർ കോമൺ ടു മെനി ആപ്ലിക്കേഷൻ ഫോർ ആക്സസിങ് ഡാറ്റ സ്റ്റോർഡ് ഇൻ DBMS. ഒന്നും കൂടി വായിക്കാം. ദി DBMS സപ്പോർട്ട് മെനി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ദാറ്റ് ആർ കോമൺലി ടു മെനി ആപ്ലിക്കേഷൻ ഫോർ ആക്സസിങ് ഡാറ്റ സ്റ്റോർഡ് ഇൻ DBMS. ഇവിടെ പറയുന്നത് ഈ DBMS ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫങ്ഷന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഒന്ന് കൂടുതൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമുകളുടെ
ലിങ്കുകൾ പല സ്ഥലത്ത് ഫംഗ്ഷനിലേക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡാറ്റാബേസിൽ നിന്ന് പല സോഴ്സുകളിലേക്കും അത് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഒരേ സോഴ്സിൽ നിന്ന് തന്നെ പല ഫംഗ്ഷനും ഒരുമിച്ച് നടക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ തന്നെ ഈ ഡാറ്റാബേസിലൂടെ വന്നിട്ട് വേറെ ഫംഗ്ഷനിലേക്കും പോകുന്നുണ്ട്, അല്ലെ പർച്ചേസിലേക്കും അതിലേക്കെല്ലാം പോകുന്നുണ്ട്. അപ്പം അത്രയും നമുക്കവിടെ ടൈം ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അത്രയാണ് നമുക്ക് അഡ്വാൻറ്റേജസിൽ പറയാനുള്ളത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് ഈ 6 കാര്യങ്ങളാണ്. ഡാറ്റ ഇൻഡിപെൻഡൻസ്, അതുപോലെ എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി, ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ, കൺകറൻറ്റ് ആക്സസ് ആൻഡ് ക്രാഷ് റിക്കവറി, റെഡ്യൂസ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈം. ഇനി നമുക്ക് വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ്. ഇപ്പം ഇത്രയും പറഞ്ഞത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് എന്നായിരുന്നു. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ദോഷങ്ങൾ, ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് സ്യൂട്ടബിൾ ഫോർ സിമ്പിൾ ആപ്ലിക്കേഷൻസ്. ചെറിയ ആപ്ലിക്കേഷൻസുകളിലൊന്നും സ്യൂട്ടബിൾ അല്ല, അല്ലേ? അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇതെപ്പോഴും വലിയ ഓർഗനൈസേഷനും വലിയ ഡാറ്റകളും ഒരുപാട് ഡാറ്റകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സിമ്പിൾ ആപ്ലിക്കേഷൻസ്. കോംപ്ലക്സിറ്റീസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസ് സിസ്റ്റം ക്രിയേറ്റ് അഡീഷണൽ കോംപ്ലക്സിറ്റീസ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. ദി സപ്ലൈ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്ത് സെവറൽ യൂസേഴ്സ് ആൻഡ് ഡാറ്റാബേസ് ഈസ് ക്വൈറ്റ് കോസ്റ്റ്ലി ആൻഡ് കോംപ്ലക്സ്. കാരണം ഇത് വലിയൊരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡാറ്റാബേസിലെല്ലാം ഡാറ്റകൾ സ്റ്റോർ ചെയ്താൽ, ഒരുപാട് ഡാറ്റകൾ ഉള്ളവരാണല്ലോ ഡാറ്റാബേസ് മേടിക്കുക. അപ്പോൾ ഡാറ്റാബേസ് ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അവിടെ കോംപ്ലക്സിറ്റി, കൺഫ്യൂഷൻ വരാനെല്ലാം സാധ്യതയുണ്ട് എന്നാണ് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. The supply and operation of database management system with several users and database is quite costly. അതായത് ഒരുപാട് യൂസേഴ്സിനെല്ലാം ഉപയോഗിക്കാനും അതുപോലെ ഡാറ്റ സപ്ലൈ ചെയ്യാനും എല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്, കുറച്ച് കോംപ്ലക്സ് നിറഞ്ഞതുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് കോംപ്ലക്സിറ്റിയിൽ പറയുന്നത്. ദെൻ ക്വാളിഫൈഡ് പേഴ്സണൽ. ദി പ്രൊഫഷണൽ ഓപ്പറേഷൻസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് റിക്വയർ ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആൻഡ് സ്റ്റാഫ്. അതായത് ഇതിനെ പ്രഗത്ഭരായിട്ടുള്ള സ്റ്റാഫുകളും അതുപോലെ മാനേജ്മെൻറ്റും ആയിരിക്കണം. എ ഡാറ്റാബേസ് കനോട്ട് ഓപ്പറേഷണൽ വിത്തൗട്ട് ദി സർവീസ് ഓഫ് ക്വാളിഫൈഡ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അല്ലാതെ സാധാരണ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതില്ലാത്ത ഓർഗനൈസേഷനൊക്കെ ഇത് ഫെയിലർ ആയിരിക്കും എന്നർത്ഥം. കോസ്റ്റ്ലി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ഒരുപാട് ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും ഇത് മാനേജ് ചെയ്യണമെങ്കിലും എല്ലാം ഒരുപാട് പൈസയുടെ ചിലവുകളുണ്ട്, ക്യാഷിൻ്റെ ചിലവുകൾ ഓർഗനൈസേഷന് വരുന്നുണ്ട്. അതാണ് കോസ്റ്റ്ലി എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു, ദെൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇത് കൊണ്ട് നടന്ന് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരും എല്ലാവരും ചുമതലപ്പെടുത്തി ഇത് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിലും ഇതിന് എന്തുണ്ട്, കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ്. അടുത്തത് വരുന്നതാണ് ലോവർ എഫിഷ്യൻസി. ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും. ഡാറ്റാബേസ് സിസ്റ്റം ഈസ് മൾട്ടി യൂസ് സോഫ്റ്റ്വെയർ ആണ്, അല്ലേ? ഒന്ന് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഓഫൺ ലെസ് എഫിഷ്യൻറ്റ് ദാൻ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ. അതായത് പല സ്ഥലത്തേക്കും ഒരു DBMS ഉപയോഗിച്ചിട്ടാണ് പല ഫംഗ്ഷനും വർക്കാവുന്നത്. അപ്പം അവിടെയൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോരോ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവുന്നതാണ് ഇതിൽ പറയുന്നത്. ഈ എല്ലാ ഫംഗ്ഷനും ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പം അവിടെ എഫിഷ്യൻസിയിൽ കുറച്ച് ചിലപ്പം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോരോ സോഫ്റ്റ്വെയർ ആണെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കാം എന്നുള്ളൊരു സജഷൻ പോലെയാണ് ഈ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DBMSൽ പറയുന്നത്. നോട്ട് സ്യൂട്ടബിൾ ഫോർ സിമ്പിൾ ആപ്ലിക്കേഷൻസ്, കോംപ്ലക്സിറ്റി, ക്വാളിഫൈഡ് പേഴ്സണൽ റിക്വയർഡ്, കോസ്റ്റ്ലി, ലോവർ എഫിഷ്യൻസി. ഇത്രയും 5 കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദി കോമ്പണൻസ് ആണ്. കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കോമ്പണൻസ് ഉപയോഗിച്ചിട്ടാണ് DBMS ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത് ഡാറ്റാബേസ് ഫയൽസ്. ഒരു ഡാറ്റാബേസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കോമ്പണൻസ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡാറ്റാബേസ് ഫയൽസ്, ദിസ് ഈസ് മോസ്റ്റ് ബേസിക് കോമ്പണൻസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അല്ലേ, നമ്മൾ ഫയലുകളും ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് ഉണ്ടാക്കിയത് തന്നെ. ദീസ് ഫയൽസ് ഹാവ് data elements stored in database file organization format. The database is created in such a way that so as to store, modify and retrieve data easily. നമ്മൾ ഡാറ്റാബേസിൽ എന്തിനു വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ സ്റ്റോർ ചെയ്യാനും, ഡാറ്റാബേസ് ഉണ്ടാക്കിയിരിക്കുന്നതിൽ അതിൽ സ്റ്റോർ ചെയ്യാനും, അത് മോഡിഫൈ ചെയ്യാനും, അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫറെൻറ്റ് ഡാറ്റാബേസ് സിസ്റ്റം ഹാവ് ഡിഫറെൻറ്റ് വേസ് ഓഫ് പ്രസൻറ്റിങ് ഡാറ്റ ഇൻ മെമ്മറി. പല ഡാറ്റാബേസുകളും, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് സിസ്റ്റം ഡിഫറെൻറ്റ് വേ ഓഫ് അതായത് അതിൻ്റെ പ്രസൻറ്റേഷൻ, ഒരു ഡാറ്റ സൂക്ഷിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. പല ഡാറ്റാബേസും പല മാതിരി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, മീൻസ് അതിൽ സൂക്ഷിക്കുന്നതെന്നർത്ഥം. ദിസ് ഫിസിക്കൽ സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഈസ് വെരി കോംപ്ലക്സ് ആൻഡ് ജനറലി ദി യൂസർ നീഡ് നോട്ട് വെറി അബൌട്ട് ഇറ്റ്. അപ്പം ഫിസിക്കലായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകളെല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം ഇത് വളരെ കോംപ്ലക്സ് നിറഞ്ഞതും കൂടിയാണ്. അതായത് ഡാറ്റയെല്ലാം സൂക്ഷിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതെല്ലാം വളരെ ബുദ്ധിമുട്ട് ചെന്നൊരു പരിപാടിയും കൂടിയാണ്. ദിസ് യൂസർ ഈസ് വെരി കൺസേൺഡ് വിത്ത് ലോജിക്കൽ വ്യൂ ഓഫ് ഡാറ്റ. ഇവിടെ യൂസേഴ്സിന് ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഇത് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ചെയ്തോളൂ. സോ ദി യൂസർ ഈസ് ഓൺലി കൺസേൺഡ് അബൌട്ട് ലോജിക്കൽ വ്യൂ ഓഫ് ഡാറ്റ. ഹി മസ്റ്റ് നോ ദി ഡീറ്റെയിൽസ് ഓഫ് ഡിഫറെൻറ്റ് പീസസ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദി ഡാറ്റ സിസ്റ്റം ആൻഡ് ദി മെത്തേഡ് ഓഫ് ഇറ്റ്സ് റിട്രീവൽ. അപ്പോൾ ഇവിടെ യൂസർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എന്തൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതെങ്ങനെ റിട്രീവ് ചെയ്യാമെന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം DBMS ചെയ്തോളും. അപ്പോൾ ഡാറ്റാബേസ് ഫയൽസ് എന്ന് പറയുന്നത് അതിലുള്ള ഡാറ്റകളെ കുറിച്ചിട്ട് തന്നെയാണ്. നമ്മൾ ഓരോരോ ഫയലുകളും കീപ്പ് ചെയ്യുമ്പം ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്ന ആ ഡാറ്റകളെല്ലാം ഡാറ്റാബേസ് ഫയൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഓരോരോ ഫയലുകളും എന്തായിരിക്കും, നമ്മൾ ഓരോരോ ഡാറ്റ സൂക്ഷിക്കുമ്പോൾ അതെല്ലാം ഡാറ്റാബേസ് ഫയലുകളായിരിക്കും. രണ്ടാമത് പറയുന്നത് ദി യൂസേഴ്സ്. ഇത് ഉപയോഗിക്കുന്നവരാണ് ദി യൂസേഴ്സ് എന്ന് പറയുന്നത്. ദി ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് ആൻ എൻവയോൺമെൻറ്റ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ ഇൻ ടു ഡാറ്റാബേസ്, റിട്രീവ് ഡാറ്റ ഫ്രം ഇറ്റ് ആൻഡ് യൂസിങ് ഡാറ്റ ടു സോൾവ് ദി പ്രോബ്ലംസ്. ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് ഡാറ്റാബേസിന് എന്ന് പറയുന്നത്, ടു പ്രൊവൈഡ് എൻവയോൺമെൻറ്റ് ഫോർ സ്റ്റോറിങ് ദി ഡാറ്റ. ഒന്നാമത്തെ പറയുന്നത് എന്താണ്, സ്റ്റോറിങ് ദി ഡാറ്റയാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റോറിങ് ദി ഡാറ്റ ഇൻ ടു ഡാറ്റാബേസ്, ദെൻ റിട്രീവിങ് ദി ഡാറ്റ ഫ്രം ഇറ്റ്. നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ, റിട്രീവ് ചെയ്യണമെങ്കിൽ വേണ്ട. അതുപോലെ ആൻഡ് യൂസിങ് ദി ഡാറ്റ ടു സോൾവ് പ്രോബ്ലംസ്. ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഒക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഡാറ്റാബേസ് സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യൂസേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻഡയറക്ട്ലി ത്രൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. യൂസേഴ്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ വഴിയായിരിക്കും ഈ ഡാറ്റാബേസിൻ്റെ അതായിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഡയറക്ട്ലി ത്രൂ സിമ്പിൾ ക്വറി ലാംഗ്വേജ് സിസ്റ്റം. അതായത് സിമ്പിൾ ക്വറി ലാംഗ്വേജ് സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരിക്കും യൂസേഴ്സ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാം ഫയലിലൂടെ ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടായിരിക്കും. അതായത് സിമ്പിളായിട്ടുള്ള നമ്മൾ കീവേഡ്സ് എല്ലാം ഉപയോഗിക്കില്ലേ, ക്വറി മീൻസ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന പോലെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാറില്ല, അതുപോലെ തന്നെ സിമ്പിൾ ക്വറി ലാംഗ്വേജ്. ദിസ് ലാംഗ്വേജ് അലോ ദ യൂസേഴ്സ് ടു റിട്രീവ് ഡാറ്റ ഇൻ ലോജിക്കൽ ഫോർമാറ്റ്. ഈ കൊടുക്കുന്ന ക്വറി അനുസരിച്ചിട്ടാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് അത് വിശകലനം ചെയ്തിട്ട് ലോജിക്കൽ ഫോർമാറ്റിൽ എന്ത് ചെയ്യുന്നു, യൂസറുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നു കോമ്പണൻസ്. അപ്പോൾ ഒരു കോമ്പണൻ്റ് അടുത്ത കോമ്പണൻ്റ് എന്ന് പറയുന്നതാണ് യൂസർ. അത് ഉപയോഗിക്കുന്ന ആളാണ് യൂസർ എന്ന് പറയുന്നത്. ആദ്യത്തെ നമ്മൾ പറയുന്നത് ഡാറ്റ ഫയൽസ്, അതിൽ ഉപയോഗിക്കുന്ന ഫയലുകളെയാണ് ഡാറ്റ ഫയൽസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ യൂസേഴ്സ്, അതാണ് രണ്ടാമത്തെ കോമ്പണൻ്റ്. പിന്നെ വരുന്നത് ദി ഹോസ്റ്റ് ലാംഗ്വേജ് ഇൻ്റർഫേസ് സിസ്റ്റം. This is component through which the database management system communicate with the application programs. The host language interface interpret instruction in high-level applications. High-level application programs such as COBOL, BASIC, etc. and make request for data from files so that data need by the users can retrieve it.
അതായത് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കിയത് പല ലാംഗ്വേജുകളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്. സോ ദിസ് ഈസ് കോമ്പണൻസ് ത്രൂ വിച്ച് DBMS കമ്മ്യൂണിക്കേറ്റ് ദി ആപ്ലിക്കേഷൻ. അതായത് നമ്മളൊരു ക്വറി ഒരു യൂസർ കൊടുക്കുമ്പം ആ സിസ്റ്റം ആ സോഫ്റ്റ്വെയറിലേക്ക് ചെയ്യുന്നത് അതൊരു പ്രത്യേക കോഡ് രൂപത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ലാംഗ്വേജ് രൂപത്തിലായിരിക്കും അല്ലേ. നമ്മളവിടെ ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ അത് പല ഫോർമാറ്റ് ബൈനറിയോ അതുപോലത്തെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പല കോഡിംഗ് രൂപത്തിലായിരിക്കും ഇത് കമ്പ്യൂട്ടറിലേക്ക് എത്തിപ്പെടുന്നത്. The host language interface interpret the instructions and high-level application programs such as അതെല്ലാം ഉപയോഗിക്കുന്നത് കോബോൾ ബേസിക് അതുപോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ക്വറി എല്ലാം അവർ എന്ത് ചെയ്യുന്നത് അത് എന്താണ് പറയുക പ്രോഗ്രാമിംഗ് രൂപത്തിലേക്ക് ആക്കിയിട്ട് നമുക്കതിനുള്ള ഡാറ്റയെല്ലാം റിട്രീവ് ചെയ്യാൻ, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടെല്ലാം വരുന്നത് അതിൻ്റെ ഉള്ളിൽ പല പ്രൊസീജിയേഴ്സും നടന്നിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജസിനെയാണ് അത് പറയുന്നത്. അതാണ് ഇത് ഹോസ്റ്റ് ലാംഗ്വേജ് ഇൻ്റർഫേസ് സിസ്റ്റം. ഹോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആളെയാണ്. അടുത്തതായിട്ട് പറയുന്നത് ദ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ദിസ് പ്രോഗ്രാം പ്ലാറ്റ്ഫോം ഓൾമോസ്റ്റ് ഓൾ ദി സെയിം ഫങ്ഷൻസ് ദാറ്റ് ദേ പെർഫോം ഇൻ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം. അതായത് നമ്മൾ പണ്ട് ഫയൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ DBMSഉം ഫയൽ ചെയ്യുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഹിയർ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഫയൽസ് ആൻഡ് യൂസ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. പക്ഷേ ഇവിടെ എന്തായിരിക്കും, ഒരു ഫയൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, മറ്റുള്ളതിനായിട്ട് മിക്സ് ആവില്ല. ദിസ് എനേബിൾ ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് പ്രോഗ്രാംസ്. അപ്പോൾ ഇതെന്താണ് പറയുന്നത്, ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാമുകളൊക്കെ പെർഫോം ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ഒരു ഡാറ്റ മറ്റുള്ള ഡാറ്റയായിട്ട് മിക്സ് ചെയ്യാതിരിക്കാനും അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാനുള്ള രൂപത്തിലായിരിക്കും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ്, അതായത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ലാംഗ്വേജുകളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യൂസേഴ്സിന് എന്ത് കിട്ടും, ഫാസ്റ്ററായിട്ട് അവർ കൊടുക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, റിപ്ലൈ കിട്ടുകയും അതിലൂടെ ഡിസിഷൻ എടുക്കാനെല്ലാം സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ദ നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ്. ദി യൂസ് ഓഫ് ക്വറി ലാംഗ്വേജ് ഹെൽപ്പ് യൂസേഴ്സ് ഇൻ ഓൺലൈൻ അപ്ഡേഷൻ ആൻഡ് മേക്കിംഗ് എൻക്വയറി. അതായത് ക്വറി ലാംഗ്വേജ് നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് തന്നെയാണ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഏത് ലാംഗ്വേജിലാണോ സെർച്ച് ചെയ്യുന്നത് അതിനാണ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് യൂസേഴ്സിന് എന്ത് ചെയ്യും, അതിലൂടെ ഡാറ്റ റിട്രീവ് ചെയ്യാനെല്ലാം സഹായിക്കുന്നുണ്ട്. For doing this, we need to know the complexity of computer systems. The natural language is very simple English-like language. Natural language എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഒക്കെ തന്നെയാണ്. ഇപ്പോൾ വാട്ട് ഈസ് ഡാറ്റ എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, വാട്ട് ഈസ് ഡാറ്റ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മലയാളത്തിലാണ് എന്താണ് ഡാറ്റ എന്നുള്ള സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളത്തിലുള്ള റിസൾട്ടുകളൊക്കെ നമുക്കതവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ് സിസ്റ്റം ആയിരിക്കും ഒരു DBMS എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടേതായ നാച്ചുറലിലുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അതിന് ഡാറ്റ റിട്രീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ഡാറ്റ ഡിക്ഷണറി. ഡാറ്റ ഡിക്ഷണറി ഈസ് ഓൾസോ കോൾഡ് ഡാറ്റ ഡയറക്ടറി. ദി ഡാറ്റ ഡയറക്ടറി ഈസ് എ DBMS കോമ്പണൻറ്റ് ദാറ്റ് സ്റ്റോർ ദി ഡെഫിനിഷൻ ഓഫ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഡാറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ DBMS കോമ്പണൻറ്റ് ദാറ്റ് സ്റ്റോർ ദി ഡെഫിനിഷൻ ഓഫ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഇവിടെ DBMS എന്ത് ചെയ്യുന്നുണ്ട്, DBMS കോമ്പണൻസ് എന്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് സ്റ്റോർ ദി ഡെഫിനിഷൻ ഓഫ് ഡാറ്റ. ആ ഡാറ്റയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്താണ് ഡാറ്റ എന്നുള്ളത് അല്ലേ. ആ ഡെഫിനിഷൻ ഓഫ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് എല്ലാം അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഡാറ്റ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഡാറ്റ വഴി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡിക്ഷണറിയിൽ അതെന്ത് ചെയ്യുന്നുണ്ടാവും, വിശദീകരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലുകൾ ഉണ്ടായിരിക്കും ഡാറ്റയുടെ. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ അറേഞ്ചിങ് ആൻഡ് സ്റ്റോറിങ് ഇൻഫർമേഷൻ അബൌട്ട് ഡാറ്റ മെയിൻറ്റെയിൻ ഇൻ ഡാറ്റാബേസ്. അപ്പോൾ ഇതൊരു ടൂളാണ് എന്തിനു വേണ്ടിയിട്ടുള്ള, അറേഞ്ചിങ് ആൻഡ് സ്റ്റോറിങ് ഡാറ്റ. ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം എല്ലാം ഡാറ്റ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കും.
അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസിൽ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ അത് എന്തിനു പറ്റിയുള്ള ഡാറ്റയാണ്, എത്ര സൈസ് ഉണ്ട്, എത്ര ലെങ്ത് ഉണ്ട് എന്നെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ദി ഡാറ്റ ഡിക്ഷണറി കണ്ടെയ്ൻ ദി നെയിം ഓഫ് ഈച്ച് ഡാറ്റ ഐറ്റം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡാറ്റ, ഡെഫിനിഷൻ ഓഫ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് along with the name of the program that use them and name of the person who are authorized to access data. അതായത് ഒരു ഡാറ്റയുടെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും ഡാറ്റ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കും. ആ ഡാറ്റ എന്താണ്, എന്തിനാണ് എന്നുള്ളതും, അത് ആരാണ് യൂസ് ചെയ്യുന്നത്, ഏത് യൂസറാണ് അത് യൂസ് ചെയ്യുന്നത് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ അതാണ് ഡാറ്റ ഡിക്ഷണറി. ആ ഡാറ്റയെ കുറിച്ചിട്ട് എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡാറ്റ ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നതാണ് ഓൺലൈൻ ആക്സസ് ആൻഡ് അപ്ഡേറ്റ് ടെർമിനൽസ്. അതാണ് അടുത്ത കോമ്പണൻ്റ് ആയിട്ട് പറയുന്നത്, ഓൺലൈൻ ആക്സസ് ആൻഡ് അപ്ഡേറ്റ് ടെർമിനൽസ്. ദീസ് ടെർമിനൽസ് മേ ബി ലൊക്കേറ്റഡ് ഐദർ വെരി നിയർ ടു ദി കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ മേ ബി ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദി ഡാറ്റാബേസ്. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റാബേസിന് എത്രയോ ദൂരമായിരിക്കാം. ദർ ആർ മെനി ഡം മെറ്റീരിയൽസ്, സ്മാർട്ട് ടെർമിനൽസ് ഓർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ഒന്നുകൂടി നോക്കാം. ദീസ് ടെർമിനൽസ് മേ ബി ലൊക്കേറ്റഡ് ഐദർ വെരി നിയർ ടു ദി കമ്പ്യൂട്ടർ ഓർ മേ ബി ലൊക്കേറ്റഡ് ഫാർ ഫ്രം ദി ഡാറ്റാബേസ്. These may be dumb terminals, smart terminal or microcomputers. അപ്പം ഈ ഓൺലൈൻ ആക്സസ് ആൻഡ് ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത് ഡാറ്റ ടെർമിനൽസ് ഈ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യപ്പെടാനും അതുപോലെ അപ്ഡേറ്റ് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ ദൂരെ എവിടെയോ ആയിരിക്കാം, പക്ഷേ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ഇത് ഔട്ട്പുട്ട് സിസ്റ്റം ഓർ റിപ്പോർട്ട് ജനറേറ്റർ. ഈ ഡാറ്റാബേസ് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് എല്ലാം നമുക്ക് വിശദീകരിച്ചിട്ടുണ്ടാക്കാം, വിശകലനം ചെയ്തിട്ടുണ്ടാക്കാം. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഈ ഇതിലുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് സിസ്റ്റം ഓർ റെസിപ്റ്റ് ജനറേറ്റർ എല്ലാം ഈ ഡാറ്റാബേസിൽ ഇൻക്ലൂഡ് ഒരു കോമ്പണൻറ്റ് കൂടിയാണത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റാബേസ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റാബേസ്, വാട്ട് ആർ ദി കോമ്പണൻറ്റ്സ് ഓഫ് ഡാറ്റാബേസ് എന്നെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്താം. ബാക്കിയെല്ലാം നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.